ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തെ ചോദ്യോത്തരങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22-ൻ്റെ 7-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ഗെത്സമനി പ്രാർത്ഥിക്കുന്നു. യേശു പുറത്തു വന്ന് പതിവ് പോലെ പോയത് എവിടേക്ക്? ഉത്തരം ഒലിവുമലയിലേക്ക്. യേശു പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയപ്പോൾ അവനെ പിന്തുടർന്നത് ആര്? ഉത്തരം ശിഷ്യന്മാർ. ലൂക്കയുടെ സുവിശേഷം 22:39 ശിഷ്യന്മാർ പിന്തുടർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ? ഉത്തരം ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ. ഒലിവുമലയിൽ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ. നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുമെന്ന് ശിഷ്യന്മാർ പറഞ്ഞ ശേഷം യേശു ചെയ്തതെന്ത്? ഉത്തരം അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരിൽ നിന്ന് എത്ര ദൂരം മാറി മുട്ടിന്മേൽ വീണ് യേശു പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഒരു കല്ലേറ് ദൂരം. യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ഉത്തരം മുട്ടിന്മേൽ വീണ്. യേശു ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചത് എന്ത്? ഉത്തരം പിതാവേ, അങ്ങ് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പിതാവേ, അങ്ങക്ക് ഇഷ്ടമെങ്കിൽ എന്ത് എന്നിൽ നിന്ന് അകറ്റണമേ എന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ഈ പാനപാത്രം. ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു അതിനു മുമ്പ് പിതാവിനോട് പറയുന്നത് എന്ത്? ഉത്തരം അങ്ങക്ക് ഇഷ്ടമെങ്കിൽ. പിതാവേ, അങ്ങക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു പറയുന്നത് എന്ത്? എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. പിതാവേ, അങ്ങക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ പ്രത്യക്ഷപ്പെട്ടത് ആര്? ഉത്തരം ഒരു ദൂതൻ. അവനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എവിടെ നിന്ന്? ഉത്തരം സ്വർഗത്തിൽ നിന്ന്. എന്തിനു വേണ്ടിയാണ് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം യേശുവിനെ ശക്തിപ്പെടുത്താൻ. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ചെയ്തത് എന്ത്? ഉത്തരം തീവ്രവേദനയെ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. എന്തിനു മുഴുകിയാണ് യേശു കൂടുതൽ തീവ്രമായി പ്രാർത്ഥിച്ചത്? ഉത്തരം തീവ്രവേദനയെ. തീവ്രവേദനയെ മുഴുകി യേശു ചെയ്തത് എന്ത്? ഉത്തരം കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. തീവ്രവേദനയെ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് എന്ത്? ഉത്തരം അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. എന്താണ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണത്? ഉത്തരം അവൻ്റെ വിയർപ്പ്. അവൻ്റെ വിയർപ്പ് എങ്ങനെയാണ് നിലത്ത് വീണത്? ഉത്തരം രക്തത്തുള്ളികൾ പോലെ. ശിഷ്യന്മാർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടത് എപ്പോൾ? ഉത്തരം യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ. യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ കണ്ടത് എന്ത്? ഉത്തരം അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത്. ശിഷ്യന്മാർ ഉറങ്ങാൻ കാരണം എന്ത്? ഉത്തരം വ്യസന നിമിത്തം തളർന്ന്. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ട് യേശു അവരോട് ചോദിച്ചത് എന്ത്? ഉത്തരം നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? ആരോട് ചോദിച്ചു? ഉത്തരം യേശു ശിഷ്യന്മാരോട്. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ തുടർന്ന് യേശു ശിഷ്യന്മാർ പറയുന്നത് എന്ത്? ഉത്തരം പരീക്ഷ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. പരീക്ഷ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന് 8-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. ആര് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ? ഉത്തരം യേശു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പരീക്ഷയെ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നതാര്? ഉത്തരം ഒരു ജനക്കൂട്ടം. അവിടെ വന്ന ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്നത് ആര്? ഉത്തരം 12 പേരിൽ ഒരുവനായ യൂദാസ്. ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്ന 12 പേരിൽ ഒരുവനായ യൂദാസ് മുന്നോട്ട് വന്നത് എന്തിന്? ഉത്തരം യേശുവിനെ ചുംബിക്കാൻ. യേശുവിനെ ചുംബിക്കാൻ മുമ്പോട്ട് വന്ന യൂദാസിനോട് യേശു ചോദിച്ചത് എന്ത്? ഉത്തരം യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? യൂദാസേ, ചുംബനം കൊണ്ടോ നീ ആരെ ഒറ്റിക്കൊടുക്കുന്നത് എന്നാണ് യേശു യൂദാസിനോട് ചോദിച്ചത്? ഉത്തരം മനുഷ്യപുത്രനെ. യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവർ കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചത് എപ്പോൾ? ഉത്തരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചത് എന്ത്? ഉത്തരം ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ? ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചത് ആര്? ഉത്തരം യേശുവിനോട് കൂടി ഉണ്ടായിരുന്നവർ. പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലതു ചെവി ഛേദിച്ചത് ആര്? ഉത്തരം അവരിൽ ഒരുവൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ.
പ്രധാ അവരിൽ ഒരുവൻ ആരുടെ സേവകനെയാണ് വെട്ടി പഴുത് ചെവി ചെതിച്ചു കളഞ്ഞത്? ഉത്തരം പ്രധാന പുരോഹിതൻ്റെ. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി പഴുത് ചെവി ഛേദിച്ചത് കണ്ട് യേശു പറഞ്ഞതെന്ത്? ഉത്തരം നിർത്തു. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലതു ചെവി ഛേദിച്ചത് കണ്ട് യേശു പറഞ്ഞു നിർത്തു. അനന്തരം യേശു ചെയ്തതെന്ത്? ഉത്തരം അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. യേശു അവൻ്റെ ചെവി സുഖപ്പെടുത്തിയത് എങ്ങനെ? തൊട്ട് സുഖപ്പെടുത്തി. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? യേശു ഇത് ചോദിക്കുന്നത് ആരോടല്ല? ഉത്തരം പ്രധാന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും യേശു പറഞ്ഞതെന്ത്? ഉത്തരം കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ആർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്നാണ് യേശു പ്രധാന പുരോഹിതന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞത്. ഉത്തരം കവർച്ചക്കാരനെതിരെ എന്ന പോലെ. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? ഉത്തരം ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. നിങ്ങളോട് എവിടെയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ദേവാലയത്തിൽ. ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല എന്നാണ് യേശു പറഞ്ഞത്? പിടിച്ചില്ല. ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് ആരുടെ സമയമാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങളുടെ സമയമാണ്. ഞാൻ നിങ്ങളുടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്. എന്തിൻ്റെ ആധിപത്യവും എന്നാണ് യേശു പറഞ്ഞത്? അന്ധകാലത്തിൻ്റെ. ലൂക്ക അധ്യായം 22 9 തലക്കെട്ട് എന്ത്? പത്രോസ് തള്ളിപ്പറയുന്നു. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആര്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും യേശുവിനെ. പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും യേശുവിനെ പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. പുരോഹിത പ്രമുഖന്മാരും ദേവാലയ സേനാധിപന്മാരും ജനപ്രമാണികളും യേശുവിനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി അവനെ അനുഗമിച്ചിരുന്നത് ആര്? ഉത്തരം പത്രോസ് എങ്ങനെയാണ് യേശുവിനെ അനുഗമിച്ചിരുന്നത്? ഉത്തരം അകലെയായി. അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് അവരോടുകൂടെ ഇരുന്നു എന്നാണ് ലൂക്ക 22:55 പറയുന്നത്. ഉത്തരം നടുമുറ്റത്ത് തീ കൂട്ടി അതിന് ചുറ്റും ഇരുന്നപ്പോൾ. പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ഒരു പരിചാരിക ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞത് എങ്ങനെ? ഉത്തരം സൂക്ഷിച്ചു നോക്കിയിട്ട്. ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചെയ്തത് എന്ത്? ഉത്തരം അവനത് നിഷേധിച്ചു. ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് നിഷേധിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസിന് നിഷേധിച്ച് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ പത്രോസിനെ കണ്ടിട്ട് നീയും അവരെ ഒരുവനാണെന്ന് പറഞ്ഞത് ആര്? ഉത്തരം വേറൊരാൾ. അല്പം കഴിഞ്ഞ് വേറൊരാൾ പറഞ്ഞത് എന്ത്? ഉത്തരം നീയും അവരെ ഒരുവനാണ്. അല്പം കഴിഞ്ഞ് വേറൊരാൾ നീയും അവരെ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് എന്ത്? ഉത്തരം മനുഷ്യ ഞാനല്ല എന്ന് പത്രോസ് പറഞ്ഞത് ആരോട്? നീയും അവരെ ഒരുവനാണ് എന്ന് പറഞ്ഞ ആളോട്. തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടി ആയിരുന്നു എന്ന് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞത് എപ്പോൾ? ഉത്തരം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ്. കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടി ആയിരുന്നു, ഇവനും ഗലീലയക്കാരനാണല്ലോ. ഇവനും അവനോട് കൂടി ആയിരുന്നു, ഇവന് ഗലീലയക്കാരനാണല്ലോ എന്ന് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് എന്ത്? ഉത്തരം മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോട് പറഞ്ഞു? ഉത്തരം പത്രോസ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടി ആയിരുന്നു, ഇവനും ഗലീലയക്കാരനാണല്ലോ എന്ന് ഉറപ്പിച്ച് പറഞ്ഞ വേറൊരാളോട്. മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംഭവിച്ചത് എന്ത്? ഉത്തരം കോഴി കൂവി. പത്രോസ് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോഴി കൂവിയത്? ഉത്തരം മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. അപ്പോൾ കർത്താവ് ചെയ്തത് എന്ത്? ഉത്തരം കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് കോഴി കൂക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചതെപ്പോൾ? കർത്താവ് പത്രോസ് നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ. പത്രോസ് ഓർമ്മിച്ചത് എന്ത്? ഇന്ന് കോഴി കൂക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും എന്ന് കർത്താവ് പറഞ്ഞത്. ഇന്ന് കോഴി കൂക്കുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനമാണ് പത്രോസ് ഓർമ്മിച്ചത്? ഉത്തരം 3 പ്രാവശ്യം. ഇന്ന് കോഴി കൂക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചപ്പോൾ അവൻ ചെയ്തതെന്ത്?
അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. പത്രോസ് പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞത് എപ്പോൾ? ഉത്തരം, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ചപ്പോൾ. പത്രോസ് പുറത്തുപോയി ചെയ്തതെന്ത്? ഉത്തരം, മനംനൊന്ത് കരഞ്ഞു. ലൂക്കാ അധ്യായം 22 10-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം, യേശുവിനെ പരിഹസിക്കുന്നു. യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ ചെയ്തത് എന്തെല്ലാം? ഉത്തരം, പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. ആരാണ് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത്? ഉത്തരം, കാവൽ നിന്നിരുന്നവർ. യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. യേശുവിന് കാവൽ നിന്നിരുന്നവർ നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? ഉത്തരം, യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ അധിക്ഷേപിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം, നീ എന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. യേശുവിന് കാവൽ നിന്നിരുന്നവർ നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ? ഉത്തരം, യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ അധിക്ഷേപിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം, അവനെതിരായി പലതും. അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞത് ആര്? ഉത്തരം, കാവൽ നിന്നിരുന്നവർ. ലൂക്കാ അധ്യായം 22 11-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം, ന്യായാധിപ സംഘത്തിന് മുൻപാകെ. എപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ ഉൾപ്പെടുന്ന ജനപ്രമാണിയുടെ സംഘം സമ്മേളിച്ചത്? ഉത്തരം, പ്രഭാതമായപ്പോൾ. പ്രഭാതമായപ്പോൾ സമ്മേളിച്ചത് ആരല്ല? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞർ ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. അവർ അവനെ തങ്ങളുടെ സംഘത്തേക്ക് കൊണ്ടുവന്നു. ആര്? ഉത്തരം, പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണിയുടെ സംഘം യേശുവിനെ. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഉൾപ്പെടുന്ന സംഘം യേശുവിനെ കൊണ്ടുവന്നത് എവിടേക്ക്? ഉത്തരം, തങ്ങളുടെ സംഘത്തിലേക്ക്. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം യേശുവിനെ അവരുടെ സംഘത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണിയുടെ സംഘത്തിൽ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് യേശു ആദ്യം പറഞ്ഞത് എന്ത്? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്തിരിക്കും എന്നാണ് യേശുവോട് പറഞ്ഞത്? ഉത്തരം, ദൈവശക്തിയുടെ. ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കുമെന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ച്? ഉത്തരം, മനുഷ്യപുത്രൻ. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരോട് ചോദിച്ചത് എന്ത്? ഉത്തരം, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അങ്ങനെയെങ്കിൽ നീ ആരാണോ എന്നാണ് അവരെല്ലാവരും കൂടി ചോദിച്ചത്. ഉത്തരം, ദൈവപുത്രനാണോ? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന് അവരെല്ലാവരോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആരാണെന്ന്. അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന അവരുടെ ചോദ്യത്തിന് നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന് യേശു മറുപടി നൽകിയപ്പോൾ അവർ പറഞ്ഞത് എന്ത്? ഉത്തരം, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് നാം കേട്ട് കഴിഞ്ഞു. അവൻ പറഞ്ഞു, നമുക്കിനി വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാം അത് കേട്ട് കഴിഞ്ഞു. ലൂക്കാ 22:71 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം, നാവിൽ നിന്ന് തന്നെ. ഇത്രയുമാണ് 2ാം ഭാഗത്തുനിന്ന് ചോദ്യോത്തരങ്ങൾ. ഒരിക്കൽ കൂടി വചനം വായിച്ച് ഹൃദയസ്ഥമാക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.